Hello dears, welcome back to my channel. ഒരു ഫ്രൈഡേ വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മട്ടൺ ദം ബിരിയാണിയുടെ ഒരു റെസിപ്പിയും പിന്നെ ഫ്രൈഡേയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിന്റെ കൂടെയുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ ദിവസത്തെയും പോലെ കുറച്ചു നേരം മണ്ണും ചെടികളായിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യും ടൈം രാവിലെ. അത് കഴിഞ്ഞ് കുക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാറുള്ളൂ. ഇപ്പൊ ഈ ഗ്ലാസ്സിൽ കാണുന്നത് ഞാൻ ഷോപ്പിൽ നിന്ന് പൊതീന വാങ്ങിയപ്പോൾ കിട്ടിയ അതിന്റെ ഹെൽത്തി ആയിട്ടുള്ള തണ്ടാണ്. അപ്പൊ അത് ഞാനൊരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിരുന്നു. അത് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ അതിന്റെ നല്ല കട്ടിയുള്ള തണ്ട് കിട്ടുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെറുതെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും അതിൽ വേര് വന്നു തുടങ്ങും. അപ്പൊ അതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ ഒരു വേസ്റ്റ് എന്തെങ്കിലും ഐസ്ക്രീമിന്റെ ജാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് മണ്ണും കൂടി നട്ട് വളർത്താം. അധിക കെയറിംഗ് ഒന്നും വേണ്ട, അത് പെട്ടെന്ന് തന്നെ അതിന്റെ ഇലകൾ വന്നു തുടങ്ങും അതില്. പിന്നെ ഇതിൽ ഞാൻ വളമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ പഴത്തിന്റെ തൊലി, മുട്ടത്തോട്, അങ്ങനെ ചായപ്പിണ്ടി, അതിന്റെ വേസ്റ്റ് അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കി ഒന്ന് പൊടിച്ചിട്ട് അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ ഒരു 2 സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്താൽ മതി. നന്നായി വളരും. നമ്മൾ വീട്ടിന്റെ അകത്ത് വളർത്തുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആയാലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന പച്ചക്കറി ആയാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വളം തന്നെയാണ് ഈ മുട്ടത്തോട്, പഴത്തൊലി, ഈ ചായച്ചണ്ടി. ഇത് മൂന്നും കൂടെ വെയിലത്ത് വെച്ച് ഉണക്കി മിക്സ് ചെയ്തിട്ടിടുന്നത്. അതുകൊണ്ട് ഇനി ആരും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ നല്ലൊരു വളം തന്നെയാണിത്. അപ്പൊ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കിച്ചണിലോട്ട് ഉച്ചക്കുള്ള ലഞ്ചിന്റെ പരിപാടിയിലേക്ക്. മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റ് ആയിട്ടേ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ട് ബിരിയാണി കഴിക്കാന്ന് വെച്ചു. മട്ടൺ നന്നായി ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. എന്നാലും അതൊന്നുകൂടെ നന്നായി കഴുകി അതിൽ വല്ല പാടയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഒന്ന് വെള്ളം തോരാൻ വേണ്ടി അരിപ്പയിലിട്ട് വെക്കും. പിന്നെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. മട്ടനും ബീഫൊക്കെ ആണെങ്കിൽ കുക്കറിൽ തന്നെ വേവിക്കുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം നന്നായി വെന്തിരിക്കണം, എന്നാലേ ബിരിയാണീൻ്റെ ആ ടേസ്റ്റ് ഒക്കെ ശരിക്കും കിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ കൈകൊണ്ട് നന്നായി കുഴച്ച് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അധികം വെള്ളമാവാൻ പാടില്ല, കാരണം മട്ടൻ തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് കണക്കായിട്ടുണ്ടോ നോക്കണം. കാരണം ഉപ്പ് കുറഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല, മൊത്തം ബിരിയാണിനെ തന്നെ ബാധിക്കും അത്. പിന്നെ മട്ടനിലെ വേവ് കുറയാനും പാടില്ല, നന്നായി വെന്തിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടത്. പക്ഷെ എത്ര വിസിലാന്ന് എക്സാക്ട് പറയാൻ കഴിയില്ല, കാരണം അത് ഓരോ കുക്കറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ബിരിയാണിയിലേക്കുള്ള ബാക്കി മസാല റെഡിയാക്കാം. വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഏകദേശം ഒരു 6 എണ്ണം. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ബാക്കി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരുപാടുണ്ടെങ്കിൽ ആ കട്ട് ബോർഡിന്റെ സൈഡിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെക്കുകയാണെങ്കിൽ നമുക്കതിന്റെ വേസ്റ്റ് ഒക്കെ അപ്പം തന്നെ കത്തിയോണ്ട് അതിലേക്ക് നീക്കി ഇടാം. അപ്പൊ പിന്നെ നമ്മളെ ആ കട്ട് ചെയ്യുന്ന ഭാഗത്തും കട്ട് ബോർഡിലും ഫുള്ള് വേസ്റ്റ് ഇങ്ങനെ ആയി അവിടെ ഒക്കെ വൃത്തികേടാവൂല. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഉള്ള ആ വേസ്റ്റ് കവർ എടുത്ത് ഒന്ന് സൈഡിലേക്ക് ജസ്റ്റ് കയറ്റി വെച്ചാൽ മതി. കട്ട് ബോർഡിന്റെ അതിന്റെ വേസ്റ്റും തൊലിയും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ നീക്കി അതിലേക്ക് ഇട്ടാൽ നമുക്ക് ആ കവർ എടുത്ത് ജസ്റ്റ് കളഞ്ഞാൽ മാത്രം മതി. ഇങ്ങനെ ചെയ്താൽ ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആവും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെജിറ്റബിൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ക്ലീൻ ചെയ്യാൻ തന്നെ വലിയ പാടായിരിക്കും. താഴെയും വീണിട്ടുണ്ടാവും, പിന്നെ ആ കട്ട് ബോർഡിന്റെ പരിസരത്തൊക്കെ ഉണ്ടാവും തോലും കാര്യങ്ങളും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇത് കറക്റ്റ് അല്ല, നിങ്ങളുടെ ടേസ്റ്റിന് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം അതിന്റെ എണ്ണം. പിന്നെ
ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 5-6 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നല്ല എരിവുള്ളതാണ്. അപ്പൊ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ച മട്ടൺ റെഡി ആയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. അതൊരു പീസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ കൈകൊണ്ട് ഞെരിച്ചാല് അതിങ്ങനെ വിട്ടു വരുന്ന കാണാം. അപ്പൊ അതൊരു സൈഡിൽ മാറ്റി വെക്കാം. അതിനുശേഷം മസാലയാക്കാൻ വേണ്ടി പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യമായിട്ട് ചേർക്കുന്നത് ഉള്ളിയാണ്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഉള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം മീഡിയം ഫ്ലെയിമിലിടാ, പിന്നെ തീ നന്നായി ഒന്ന് കുറച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ തീ കൂട്ടി വെക്കാൻ പാടില്ല, കാരണം പെട്ടെന്ന് അടിയിൽ പിടിക്കും. നന്നായി ചെറിയ തീയിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കണം. കാരണം ഉള്ളി എത്ര വെന്ത് നല്ല വഴന്ന് കിട്ടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. പിന്നെ കരിഞ്ഞു പോകാനും പാടില്ല. ഇടക്കിടക്ക് അടപ്പൊന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. പിന്നെ ഈ ഉള്ളിയിലേക്ക് ഞാൻ നേരത്തെ മട്ടൺ വേവിച്ചപ്പോഴുണ്ടായ ആ വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. പക്ഷെ നിങ്ങൾക്ക് കൊളസ്ട്രോളിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉള്ളി നന്നായി വെന്ത് അലിഞ്ഞു വന്നാല് അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കണം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി അതിന്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ചേർക്കുന്നത് തക്കാളിയാണ്. മീഡിയം സൈസുള്ള 4 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായി കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. അങ്ങനെ കട്ട് ചെയ്താലേ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചേർക്കുന്നത് ഒരു പിടി പുതിനയിലയാണ്. പിന്നെ അതിന്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഗരം മസാല റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും സ്പൈസസ് വാങ്ങി പൊടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി ഉണ്ടാവും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ പാത്രം ഒന്ന് അടച്ചു വെച്ച് ആ മസാലയിലുള്ള വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പൊ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി റൈസ് ആണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ബിരിയാണി റൈസിന് വേണ്ടി വയനാടൻ കൈമ, അതായത് ജീരകശാല അരി എന്ന് പറയുന്ന നാട്ടിലൊക്കെ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ അരി എടുത്താൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടുള്ളൂ. ഇത് 1/2 മണിക്കൂർ വെള്ളത്തിൽ പൊതിർത്തി വെച്ചതിന് ശേഷം വേണം ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ. ഇപ്പൊ റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് 2 വലിയ സ്പൂൺ നെയ്യ് പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുക. 2 ഏലക്കായ, 2 കഷ്ണം കറുവപ്പട്ട, ബേ ലീഫ്, അങ്ങനെ എല്ലാം വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് റൈസിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിന്റെ നേരെ ഇരട്ടി വേണം വെള്ളം എടുക്കാൻ. വെള്ളം നന്നായി തിളക്കുമ്പോൾ നമുക്ക് കഴുകി അരിച്ചു വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചധികം ചേർക്കണം, കാരണം അരി വെന്ത് വരുമ്പോഴേക്കും ഉപ്പ് കുറയും. അപ്പൊ അതും കൂടി കണക്കാക്കി വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. പിന്നെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. 1/2 മുറി നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ചെറുനാരങ്ങ അരി ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാം. പിന്നെ പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും വേവെത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരി 1/4 ഭാഗം വെന്താൽ മതി, ബാക്കി നമ്മൾ ബിരിയാണി ദമ്മിനിടുമ്പോൾ വെന്തോളും. അപ്പൊ അടുത്തതായി ബിരിയാണി ദമ്മിടാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബിരിയാണി ചെമ്പ് വെച്ച് അതിലേക്ക് നേരത്തെ മട്ടന്റെ വേവിച്ച വെള്ളം കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ ഡയറക്റ്റ് അടിയിൽ മസാല ഇട്ട് കൊടുക്കാം.
ബിരിയാണി ചെമ്പിന്റെ അടിയിലായിട്ട് മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ അതിന്റെ മുകളിലേക്കായി ഫസ്റ്റ് ലെയർ ചോറിട്ട് കൊടുക്കാം. 2 ലെയർ ആയിട്ടാണ് ദമ്മിടുന്നത്. മട്ടൻ മസാല എല്ലാം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ചോറ് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് ഒരു പിടി മല്ലിയില ഒന്ന് വിതറി കൊടുക്കണം. പിന്നെ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ പൊരിച്ചെടുക്കണം. കുറച്ച് കാഷ്യും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തെടുത്തതും കൂടി ഇതിന്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ അവസാനമായിട്ട് കുറച്ച് വെള്ളത്തില് കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങയുടെ നീര് ഒന്ന് മിക്സ് ചെയ്തത് ഇതിന്റെ മുകളിലൊന്ന് തളിച്ചു കൊടുക്കണം. ബിരിയാണിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത സെയിം പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഇതിന്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അതിന്റെ മുകളിലായിട്ട് ചോറ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ: മല്ലിയില, ഗരം മസാല, ഉള്ളി പൊരിച്ചത്, പിന്നെ ചെറുനാരങ്ങയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തത്. മട്ടൻ വേവിച്ച ഗ്രേവിയും കൂടി ഞാൻ ചേർക്കാറുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ പാത്രം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. ശരിക്കും ദമ്മ് വീഴാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെക്കുന്നുണ്ട്, ആ എയർ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോൺ സ്റ്റിക്ക് പാനിലാണ് നിങ്ങൾ ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളെ പെർഫെക്റ്റ് മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ബിരിയാണി ആണെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാവാറുള്ളത് അച്ചാറും തൈരും പപ്പടവുമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് എല്ലാ വീക്കെൻഡിലെയും പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഖത്തർ നാഷണൽ മ്യൂസിയം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പൊ 2 ദിവസം മുമ്പ് ഇനോഗ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത സെക്കൻഡ് ഡേ ആണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നല്ല റഷ് ഉണ്ടാവും അറിയായിരുന്നു. പിന്നെ ട്രാഫിക്കിലും കുടുങ്ങി കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾക്ക് അവിടെ എത്താൻ പറ്റിയത്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി. ഈ പുറത്തുനിന്ന് കാണുന്ന ബിൽഡിംഗ് ആണ് ഖത്തർ നാഷണൽ മ്യൂസിയം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചതിൽ എത്രയോ പബ്ലിക് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ സെക്യൂരിറ്റി അവിടെ എൻട്രൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എങ്ങനെ അകത്തേറാൻ പറ്റിയില്ല. ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് ആണിത്. ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെയാണ് കാണാനിത്. ഇൻഷാ അല്ലാഹ് വേറെ ദിവസം പോണം. ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി കാണാൻ പറ്റാത്ത കാരണം പിന്നെ നേരെ പോയത് അതിന്റെ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു വീക്കെൻഡ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.